വെറും 15-ാം വയസ്സിൽ IPL തീ പാറുന്ന പ്രകടനം കാഴ്ചവെച്ച വൈഭവ് എന്ന താരത്തെ ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് ഇപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നൽകിയ മറുപടി വലിയ ചർച്ചയായിരിക്കുകയാണ്. വൈഭവിനെ ഉടനെ കളിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ശ്രേയസ് അയ്യർ പറഞ്ഞത് "ഐ ഡോണ്ട് സീ ഇറ്റ്, യു നെവർ നോ". അതായത് ഇപ്പോൾ അതിന് വ്യക്തമായ സൂചനകളൊന്നും കാണുന്നില്ല, പക്ഷേ ക്രിക്കറ്റിൽ എന്തും സംഭവിക്കാമെന്ന രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിഭയെ ഇന്ത്യ ഇനിയും അരങ്ങേറ്റം നടത്തിക്കാത്തത്? ഇതിന് പിന്നിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ വ്യക്തമായൊരു നിലപാടുണ്ട്. മികച്ച പ്രകടനം നടത്തിയെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് ഓരോ താരത്തെയും ശരിയായ സമയത്ത് കൊണ്ടുവരണമെന്നാണ് ടീമിന്റെ സമീപനം. ഇപ്പോൾ ടീമിലുള്ള സീനിയർ താരങ്ങൾ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചവരാണ്. അവരെ പെട്ടെന്ന് മാറ്റി നിർത്താനുള്ള ആലോചന ഇല്ലെന്നാണ് സൂചന. വൈഭവ് സൂര്യവംശിയുടെ ഉയർച്ച ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. IPL രാജസ്ഥാൻ റോയൽസിനായി നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ യുവ പ്രതീക്ഷയാക്കി മാറ്റി. ബൗളർമാരെ യാതൊരു ഭയമില്ലാതെ ആക്രമിക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് ആരാധകർ മാത്രമല്ല, മുൻ താരങ്ങളും അദ്ദേഹത്തിന് ഉടൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. അടുത്തിടെ അയർലൻഡ് പര്യടനത്തിനും വൈഭവിന് അരങ്ങേറ്റം പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ ആദ്യ മത്സരത്തിലും രണ്ടാം മത്സരത്തിലും അദ്ദേഹം പ്ലേയിങ് 11-ൽ ഇടം നേടിയില്ല. അന്നുപോലും ശ്രേയസ് അയ്യർ പറഞ്ഞത് ഒരേയൊരു കാര്യമായിരുന്നു: അവന്റെ സമയം വരും, ഇപ്പോൾ ടീം കോമ്പിനേഷനാണ് മുൻഗണന. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലും അതേ ചോദ്യമാണ് വീണ്ടും ഉയർന്നത്. ആരാധകർ ചോദിക്കുന്നത് വളരെ ലളിതമാണ്: ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ വൈഭവിന് അവസരം നൽകാതിരിക്കാൻ എന്താണ് കാരണം? അതിന് മറുപടിയായി ശ്രേയസ് അയ്യർ പറഞ്ഞത് വളരെ സൂക്ഷ്മമായ വാക്കുകളാണ്. ഒരു താരത്തെക്കുറിച്ചുള്ള അമിത ഹൈപ്പിനെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കാൻ കഴിയില്ല. ടീമിന്റെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും നോക്കിയാണ് അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ഈ നിലപാടിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. അനുകൂലിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു 15 വയസ്സുകാരനെ അമിത സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടരുത്. IPLും അന്താരാഷ്ട്ര ക്രിക്കറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ, പുതിയ പന്ത്, ലോകോത്തര ബൗളർമാർ, ഇതെല്ലാം നേരിടാൻ മാനസികമായും സാങ്കേതികമായും താരം പൂർണ്ണമായി തയ്യാറാകണം. എന്നാൽ മറുവശത്ത് ആരാധകരും ചില മുൻ താരങ്ങളും പറയുന്നത് മറ്റൊന്നാണ്: പ്രതിഭയുള്ള താരങ്ങളെ കൂടുതൽ കാത്തിരുത്തിയാൽ അവരുടെ ആത്മവിശ്വാസത്തെയും ടീമിന്റെ ഭാവി പദ്ധതികളെയും അത് ബാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമീപകാല T20 പ്രകടനം പ്രതീക്ഷയ്ക്കത്ത് ഉയരാത്ത സാഹചര്യത്തിൽ പുതിയ ഊർജം നൽകാൻ വൈഭവ് പോലൊരു താരത്തിന് കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കറും വൈഭവിന് അവസരം നൽകണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20-യിൽ തന്നെ അദ്ദേഹത്തെ കളിപ്പിക്കണമെന്നാണ് ഗവാസ്കറിന്റെ അഭിപ്രായം. യുവതാരത്തിന്റെ നിർഭയ ബാറ്റിംഗ് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പറയുന്നത് ക്ഷമയാണ് ഏറ്റവും പ്രധാനമാണ് എന്നത്. ഒരു താരത്തെ ദീർഘകാലം ടീമിന്റെ ഭാഗമാക്കണമെങ്കിൽ ശരിയായ സമയത്ത് അവസരം നൽകുന്നതാണ് നല്ലതെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20 മത്സരമാണ്. വൈഭവ് സൂര്യവംശിക്ക് ഒടുവിൽ ഇന്ത്യയ്ക്ക് അരങ്ങേറ്റം കുറിക്കാനാകുമോ, അല്ലെങ്കിൽ വീണ്ടും ബെഞ്ചിൽ തന്നെ ഇരിക്കേണ്ടി വരുമോ? എന്തായാലും ശ്രേയസ് അയ്യറിന്റെ മറുപടി വ്യക്തമാണ്: അദ്ദേഹം വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ല, അതേസമയം ഉറപ്പും നൽകിയിട്ടില്ല. അതിനാൽ ഇനി തീരുമാനം സെലക്ടർമാരുടെയും ടീം മാനേജ്മെന്റിന്റെയും കൈകളിലാണ്. വൈഭവിന്റെ സമയം എത്തിച്ചേർന്നോ, അല്ലെങ്കിൽ ഇനിയും കുറച്ച് കാത്തിരിക്കേണ്ടി വരുമോ എന്നത് അടുത്ത മത്സരത്തിൽ അറിയാം.